ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം എടുത്തു പഠിച്ചാൽ ആമേൻ, ഈ മിസ്രയീം രാജ്യത്തിലേക്ക് ഇസ്രായേൽ മക്കൾ കടന്നു വരാൻ കാരണമായ മനുഷ്യനെ കാണാൻ കഴിയും. മറ്റാരുമല്ല, യോസേഫാണ്. യോസേഫ് 50-ാം അധ്യായം 25-ാം വാക്യത്തിൽ അവൻ വെളിപ്പാട് പ്രാപിച്ച് പറയുന്ന പദമാണ്, നിങ്ങൾ എന്റെ അസ്ഥികളെ. ആമേൻ, ഇവിടെ വെക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കത്തില്ല. ആമേൻ, നിങ്ങൾക്ക് ഞാൻ ഒരു പ്രവചനം തരാൻ പോകുകയാണ്, ഒരു വെളിപ്പാട് ഞാൻ കൈമാറാൻ പോകുകയാണ്. ഞാൻ മരിക്കാൻ പോകുന്നു. ആമേൻ, ഞാൻ മണ്ണിനടിയിലായി പോകും. ആമേൻ, ഞാൻ മറഞ്ഞു പോകും, ഞാൻ ഇല്ലാതെയാകും. എന്നാൽ ദൈവം തന്ന വാഗ്ദത്തം അത് ചാകുകയില്ല, അത് മരിക്കുകയില്ല, അത് മണ്ണിൽ മറഞ്ഞു പോകുകയില്ല. ആമേൻ, എന്റെ അസ്ഥികളെ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവം വാഗ്ദത്തം തന്ന ആ ദേശത്ത് കൊണ്ട് അടക്കണം. ഞാൻ ഇന്ന് കിടക്കുന്നത് എവിടെയാണെന്ന് വച്ച് ദൈവത്തിന്റെ വാഗ്ദത്തത്തെ നീ അളക്കരുത്. ഇന്നത്തെ സാഹചര്യത്തെ നോക്കി, ഞാൻ ഇന്നായിരിക്കുന്ന മേഖലകളെ നോക്കി, ഇന്നത്തെ എന്റെ കപ്പാസിറ്റി നോക്കി, ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന സാധ്യതകളെ നീ ഇല്ലാതെയാക്കരുത്. Just because of what I'm going through right now, you cannot dismiss the possibilities that God is going to open for me. എനിക്ക് വേണ്ടി തുറക്കുന്ന ചില സാധ്യതകൾ അവന്റെ ആത്മാവിൽ കാണുകയാണ്.